Hey guys, welcome to Crazy Plantry. I am Suraj and ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ ഈ കോമൺ ആയിട്ടും ഹൗസ് പ്ലാന്റിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു 12 മിസ്റ്റേക്ക് അത് ഏതൊക്കെയാണെന്ന് പറയുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളെല്ലാവരും മിസ്റ്റേക്സ് ഉണ്ടാവും, മിസ്റ്റേക്കിൽ നിന്നാണല്ലോ നമ്മളെല്ലാവരും പഠിക്കുന്നത്. അങ്ങനെ ഈ കോമൺ ആയിട്ട് നമ്മളെല്ലാവരും ഇപ്പം അശ്രദ്ധ കൊണ്ടും അങ്ങനെ ശ്രദ്ധിക്കാതെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കുറച്ച് മിസ്റ്റേക്സിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോവുക. അപ്പോൾ ഫസ്റ്റത്തെ കോമൺ മിസ്റ്റേക്സ് ആണ് ഓവർ വാട്ടറിങ് ആൻഡ് അണ്ടർ വാട്ടറിങ്. അപ്പോൾ നമ്മൾ പലരും ഉണ്ടാക്കുന്ന ഒരു മിസ്റ്റേക്കാണ്, നമ്മൾ ശ്രദ്ധിക്കാതെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ വൈകിട്ട് ഒരു 4:30 ആയി കഴിയുമ്പം എല്ലാ പ്ലാന്റിനും കോമൺ ആയിട്ട് നനയ്ക്കുന്ന പോലെ തന്നെ എല്ലാ ചെടിക്കും അങ്ങനെ നനച്ചു കൊടുക്കും. പക്ഷേ ചില ചെടിക്ക് അത്രയും നനവ് വേണ്ടായിരിക്കും, അല്ലെങ്കിൽ ചില ചെടിക്ക് അതിനേക്കാൾ കൂടുതൽ വേണമായിരിക്കും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെ കാര്യമാണ്, അല്ലെങ്കിൽ ആ ചെടി ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ സപ്പോസ് ഈ ചില ചെടിയുടെ കാര്യത്തിൽ അതിൻ്റെ ടോപ്പ് സോയിൽ വളരെ ഡ്രൈ ആയിട്ടിരിക്കും, പക്ഷേ അന്നേരം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അതിൻ്റെ അടിഭാഗം എങ്ങനെയാണ്. അതിൻ്റെ അടിഭാഗം ചിലപ്പം നല്ല മോയ്സ്റ്റായിട്ടിരുന്നാൽ അതിൻ്റെ റൂട്ടൊക്കെ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് അണ്ടർ വാട്ടറിങ്. ഇപ്പോൾ ചില ചെടിക്ക് നമ്മൾ വെള്ളം വേണ്ട എന്നോർത്ത് വെക്കുന്ന ചെടിക്ക് വെള്ളം വേണമെങ്കിൽ ആ ചെടി അങ്ങ് നശിച്ചു പോകും. അപ്പോൾ ഓവർ വാട്ടറിങ് ആൻഡ് അണ്ടർ വാട്ടറിങ് അത് നമ്മൾ ശരിക്കും നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സെക്കൻഡ് മിസ്റ്റേക്കാണ് പുവർ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചില ചെടി ഇൻഡോറിലേക്ക് മാറ്റി വെക്കും. അപ്പോൾ ഇൻഡോറിലേക്ക് വെക്കുമ്പോൾ അതിന് വേണ്ടിയ സൺലൈറ്റ് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ അതിന് വേണ്ട സൺലൈറ്റ് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ആ ചെടി ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ഗ്രോത്ത് കാണില്ല. ഈ ചില ചെടിയൊക്കെ ആണെങ്കിൽ നല്ല ലെഗ്ഗി ആയി പോകും. ഇപ്പോൾ പ്രോപ്പറായിട്ട് ലൈറ്റ് കിട്ടിയില്ല, അത് ലൈറ്റ് അന്വേഷിച്ച് നല്ല ലെഗ്ഗി ആയി പോകും. ഇപ്പോൾ മണി പ്ലാന്റ് ഒക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെ ആയി പോകാൻ ചാൻസ് ഉണ്ട്. മണി പ്ലാന്റ് പക്ഷേ അധികം ലൈറ്റ് വേണ്ടാത്തൊരു പ്ലാന്റാണ്. സോ പ്രോപ്പർ ലൈറ്റിങ്ങിൻ്റെ കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമുക്കൊരു പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്ലാന്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഇത് ഇൻഡോർ ആണെങ്കിൽ ഇൻഡോറിൽ അതിന് എത്രമാത്രം ലൈറ്റ് വേണം അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് അറിഞ്ഞിട്ട് മാത്രമാണ് അതിൻ്റെ പൊസിഷൻ. ഇപ്പോൾ ചിലതൊക്കെ വിൻഡോയുടെ അടുത്തിരിക്കാനായിരിക്കും ഇഷ്ടം, ചിലതൊക്കെ ഇത്തിരി ഇപ്പോൾ സ്നേക്ക് പ്ലാന്റ് ഒക്കെ പോലത്തെ പ്ലാന്റ് ആണെങ്കിൽ കുറച്ച് ഡാർക്കായിട്ടുള്ള സ്ഥലത്തിരിക്കാനായിരിക്കും ഇഷ്ടം. അതൊക്കെ നോക്കിയിട്ട് അത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കോമൺ മിസ്റ്റേക്കാണ്, നമ്മൾ പലപ്പോഴും അങ്ങനെയൊന്നും ശ്രദ്ധിക്കാറില്ല. തേർഡായിട്ടുള്ളൊരു കാര്യമാണ് ഹ്യൂമിഡിറ്റി. ഇപ്പോൾ നമ്മൾ ചില പ്ലാന്റൊക്കെ നമ്മൾ ഇൻഡോറിലേക്ക് വെക്കുമ്പോൾ അതിന് ഹ്യൂമിഡിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മളൊരു വീക്ക്ലി വൺസ് അതിനെ എടുത്തിട്ട് പുറത്തേക്കൊക്കെ വെച്ചിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിൻ്റെ ലീഫിലേക്കൊക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ലീഫിൻ്റെ അറ്റമൊക്കെ നല്ല ബ്രൗൺ ആയിട്ട് വരും. ആ ഒരു ബ്രൗൺ ടിപ്പ് ഉണ്ടാകുന്ന ഇപ്പോൾ നമ്മൾ ചില പ്ലാന്റ് ഈ ഇൻവേർട്ടറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ ഹീറ്റ് വരുന്ന ഡിവൈസസിൻ്റെ ഒക്കെ അടുത്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു പ്ലാന്റിൻ്റെ ലീഫൊക്കെ അങ്ങനെ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അത് ഹ്യൂമിഡിറ്റി കുറഞ്ഞു പോയതിൻ്റെ തന്നെയാണ്. അത് നമ്മളൊരു ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ വീക്കിലും പ്ലാന്റ് എടുത്തുനിന്ന് ഇപ്പോൾ ഇൻഡോറിൽ വെച്ചിരുന്ന വാട്ടർ പ്ലാന്റ് ആണെങ്കിൽ പോലും എടുത്ത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്യും. അപ്പോൾ അതാണ് ഹ്യൂമിഡിറ്റി നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ഹ്യൂമിഡിറ്റി കുറഞ്ഞു പോയാൽ ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ വെച്ചിരിക്കുന്ന പ്ലാന്റ് അല്ലെങ്കിൽ നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ കുഴപ്പമില്ല, കാരണം അതിന് നാച്ചുറലായിട്ടൊരു ഹ്യൂമിഡിറ്റി, കേരളത്തിലൊക്കെ ആണെങ്കിൽ നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്, നാച്ചുറലായിട്ടുള്ളൊരു ഹ്യൂമിഡിറ്റി കിട്ടും. പക്ഷേ ഇൻഡോറിൽ വെക്കുന്ന പ്ലാന്റിന് അത്രയും ഹ്യൂമിഡിറ്റി കിട്ടണമെന്നില്ല. അടുത്തൊരു കാര്യം എല്ലാവരും മിക്ക ആൾക്കാരും തന്നെ ശ്രദ്ധിക്കാത്തൊരു കാര്യമായിരിക്കും പ്രോപ്പറായിട്ടുള്ള മണ്ണില്ലാത്തൊരു കാര്യം. ഇപ്പോൾ നമ്മൾ ചില ചെടിക്കാണെങ്കിൽ പോലും കുറച്ച് മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് വെക്കും, പക്ഷേ എല്ലാ ചെടിക്കും അത്രയും മണ്ണിട്ട് ഫില്ല് ചെയ്യണമെന്നില്ല. അപ്പോൾ അങ്ങനെ മണ്ണ് കുറവായിട്ട് വെക്കുന്നതിൻ്റെ റൂട്ടൊക്കെ ഇങ്ങനെ മുകളിൽക്കൂടെ വന്നൊരു ഏരിയൽ റൂട്ട് നമുക്ക് റൂട്ട്സൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. പക്ഷെ അത് ശരിക്കും പ്ലാന്റ് അത്ര നല്ലതായിട്ട് ഗ്രോ ചെയ്യില്ല. അങ്ങനെ കാണുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ അതിനെ റീപ്ലാന്റ് ചെയ്യുക, അല്ലെങ്കിൽ റീപ്ലാന്റ് ചെയ്യാൻ മാത്രം ആയിട്ടില്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഇത്തിരി സോയിലൂടെ ഇട്ടെടുത്ത് ആക്കിയെടുക്കുക. അപ്പോൾ അതെല്ലാവരും തന്നെ ഉണ്ടാക്കുന്ന മിസ്റ്റേക്കാണ്, ഞാനും ഉണ്ടാക്കുന്ന ഒരു മിസ്റ്റേക്കാണ്. നമ്മൾ ഓരോ ചെടിക്കും അനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പോട്ട്സ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പം സക്കുലൻറ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കാക്ടസിനെയൊക്കെ സംബന്ധിച്ച് വളരെ ചെറിയൊരു പോട്ട് മതി. അതേസമയം മറ്റുള്ളൊരു പ്ലാന്റാണ് ഇപ്പം ഫൈക്കസ് ബെഞ്ചമിനൊക്കെ ആണെങ്കിൽ അതിനൊരു വലിയൊരു പോട്ട് തന്നെ വേണം. അപ്പോൾ നമ്മൾ ആ ഒരു പോട്ടിനെ കാര്യങ്ങൾ എടുക്കുമ്പം അതിന് ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് അതിന് പ്രോപ്പർ ഡ്രെയിനേജ് ഹോൾ ഉണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഡ്രെയിനേജ് ഹോൾ ഇല്ലെങ്കിൽ അതിനകത്ത് വെള്ളം നിന്നിട്ട് പ്ലാന്റ് കേടായി പോകാൻ ചാൻസ് ഉണ്ട്, കാരണം റൂട്ടൊക്കെ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോൾ ഒരു പ്ലാന്റ് എടുത്താലും അതിന് ഡ്രെയിനേജ് ഹോൾ അല്ലെങ്കിൽ ഒരു പോട്ട് എടുത്താലും എപ്പോഴും ഡ്രെയിനേജ് ഹോൾ ഇട്ടിട്ട് വേണം ആ പോട്ട് എടുക്കാൻ. പിന്നെ അതിൻ്റെ സൈസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ചെറിയ പ്ലാന്റ് ആണെങ്കിൽ ചെറിയ സൈസ് മതി. ഇപ്പോൾ ചെറിയൊരു പ്ലാന്റിന് വലിയൊരു പോട്ട് മേടിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് അത്ര അപ്രോപ്രിയേറ്റ് അല്ല. പിന്നെ അതിൻ്റെ ടൈപ്പ് ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ക്ലേ ടൈപ്പ് പോട്ടാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ചെടിയൊക്കെ വെക്കാനാണെങ്കിലും അത് ആ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യും, ആ ഒരു പ്രോപ്പർ എയറേഷൻ മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പോൾ ക്ലേ പോട്ട്സാണ് എപ്പോഴും നല്ലത്. അടുത്തായിട്ട് നമ്മൾ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു മിസ്റ്റേക്കാണ് നമ്മുടെ ഉള്ളിൽ വെച്ചേക്കുന്ന ചെടികളുടെയൊക്കെ ലീഫ് നമ്മൾ തുടയ്ക്കാറില്ല. അത് നമ്മൾ ചെയ്യണം, മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ലീഫിലൊക്കെ ഒരുപാട് ഇപ്പം എട്ടുകാലിയൊക്കെ വന്ന് വലയുണ്ടാക്കും, അല്ലെങ്കിൽ ഒരുപാട് പൊടികൾ അതിൽ പിടിച്ചിരിക്കും. അത് ആ ലീഫിന് തന്നെ കേടാണ്. അപ്പോൾ അത് നമ്മൾ എല്ലാ മാസത്തിൽ ഒരിക്കലെങ്കിലും അത് ക്ലീൻ ചെയ്യണം. ഇപ്പോൾ പുറത്ത് വെച്ചിരിക്കുന്ന ചെടികളാണെങ്കിൽ അതിന് അത്രയും കുഴപ്പമില്ല, കാരണം അതിന് ഈ മഴയൊക്കെ അടിച്ചാലും അതൊന്ന് ക്ലീൻ ആയി പോകും. പക്ഷെ നമ്മൾ സിറ്റ് ഔട്ടിൽ അല്ലെങ്കിൽ നമ്മൾ ഇൻഡോറിൽ വെക്കുന്ന പ്ലാന്റിന് അതും പറ്റില്ല. അപ്പോൾ മാസത്തിൽ ഒന്നെങ്കിലും നമ്മളത് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കും. നമ്മൾ ഒരുപാട് തവണ ഒരു ചെടീനെ എടുത്ത് അവിടെ നട്ടു, അവിടെ നിന്ന് പിന്നെ പറിച്ച് ഇവിടെ നട്ടു, അങ്ങനെ വരുമ്പോഴത്തേനും ആ ചെടിയുടെ വേരിന് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ട് വരും. അത് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റൊക്കെ ആണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ആ പ്ലാന്റ് ഒരു സ്ഥലത്ത് ഇങ്ങനെ അഡാപ്റ്റ് ചെയ്ത് വരുന്നു, അതേസമയം ആ പ്ലാന്റ് ആ
ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് മറ്റൊരു സ്ഥലത്ത് പോയി അവിടെ ത്രൈവ് ചെയ്യണമെങ്കിൽ അതിന് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്, ഇപ്പോൾ ഈ ഹോയ പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ അതിനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അങ്ങനെ ടു മെനി റീപ്പോർട്ടിങ് വരുമ്പോൾ. അപ്പോൾ നമ്മളിങ്ങനെ കൂടെ റീപ്പോർട്ടിങ് ചെയ്യരുത്. റീപ്പോർട്ടിങ് ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ആ ഒരു പോട്ടിനകത്ത് അത് ആ ഒരു പ്ലാന്റ് നിൽക്കില്ല എന്ന് പറയുന്നൊരു അവസ്ഥ വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു പോട്ടിനകത്ത് ആ ഒരു പ്ലാന്റിൻ്റെ റൂട്ട് നല്ല കട്ടിക്ക് വരുമ്പോൾ മാത്രമേ നമ്മൾ അതിനെ റീപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾക്ക് പുതിയൊരു കട്ടിങ് കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് നടുക, അല്ലെങ്കിൽ നമ്മളിങ്ങനെ റീപ്പോർട്ട് ചെയ്ത് വിടരുത്. അതിനെ ആ ഒരു മണ്ണിൽ നിന്ന് ഇളക്കി പറിച്ച് മറ്റൊരു മണ്ണിലേക്ക് വെക്കുമ്പോൾ തന്നെ അത് ആ പ്ലാന്റിന് കേടാണ്. അടുത്തൊരു മിസ്റ്റേക്ക് നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നതാണ് ഈ റീപ്ലാന്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഈ പ്ലാന്റിനൊക്കെ റൂട്ട്സ് ഉണ്ടാവും. ചിലതിനൊക്കെ റൂട്ട്സ് ഒരുപാട് വലുതായിരിക്കും. നമ്മൾ ചിലപ്പോൾ അതൊന്ന് അൺടാങ്കിൾ ചെയ്തിട്ട് അതിനെ മറ്റൊരു മണ്ണിലേക്ക് വെക്കുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇത്തിരി വലിയൊരു ചട്ടിയിലേക്ക് വെക്കും. പക്ഷേ മിക്ക ആൾക്കാരും ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് റൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കളയും. ആക്ച്വലി കട്ട് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല, പക്ഷേ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്, ഇപ്പോൾ കലാത്തിയൊക്കെ പോലത്തെ പ്ലാന്റ് ആണെങ്കിൽ അങ്ങനെ നമ്മൾ റൂട്ട് കട്ട് ചെയ്ത് വിടുക, അല്ലെങ്കിൽ അതിൻ്റെ അടിയിലൊരു ബൾബൊക്കെ പോലെയാണ്, ആ ബൾബൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ അത് ഒരുപാട് പ്രശ്നമാണ്. പിന്നെ അത് ആ പ്ലാന്റ് ഒന്ന് ഇത്തിരി എനർജറ്റിക് ആയിട്ട് വരണമെങ്കിൽ ഒരാഴ്ചയൊക്കെ എടുക്കും. അപ്പോൾ ഫേൺസ്, കലാത്തിയ അങ്ങനെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ റൂട്ടൊക്കെ റീപ്ലാന്റ് ചെയ്യുന്ന സമയത്ത് റൂട്ട് കട്ട് ചെയ്യാതിരിക്കുക. കാരണം കട്ട് ചെയ്താൽ ആ പ്ലാന്റിന് ഒരുപാട് കേടാണത്. അടുത്തൊരു മിസ്റ്റേക്ക് നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നതാണ് ഈ അടുപ്പിച്ചടുപ്പിച്ച് പ്രൂൺ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ അറ്റമൊക്കെ കട്ട് ചെയ്ത് വിടുക. അതാണ് പ്രൂണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം പ്രൂണിങ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്, കാരണം പ്രൂണിങ് ചെയ്യുമ്പോഴാണ് ഒരു ഫ്രഷ് ഗ്രോത്ത് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പലപ്പോഴും ഇപ്പം ഒരുമിച്ച് പ്രൂൺ ചെയ്യും. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലാണ് ഞാൻ പ്രൂൺ ചെയ്യുക. അപ്പോൾ പ്രൂൺ ചെയ്യുന്ന ചില ചെടികൾക്ക് മാത്രമാണ്, ഈ ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റ്സിന് മാത്രമാണ് അതിൻ്റെ ഫ്ലവറൊക്കെ പോയി കഴിയുമ്പോഴാണ് മിക്കപ്പോഴും പ്രൂൺ ചെയ്യുക. അല്ലാതെ ഉള്ളൂ ഈ ചില ചെടിയൊക്കെ മിക്ക ആൾക്കാരും ഇപ്പോൾ ആഴ്ചയിലൊക്കെ, ഇപ്പോൾ ഒരാഴ്ചയിൽ ഒരു തവണ അങ്ങനെയൊക്കെ ഇപ്പം ആവശ്യമില്ലാതെ ഇപ്പം പ്രൂൺ ചെയ്ത് വിടുന്നുണ്ട്. അത് ശരിക്കും അതിൻ്റെ ഒരു ഫ്രഷ് ഗ്രോത്ത് ഇനീഷ്യേറ്റ് ചെയ്യുമല്ല, പ്ലാന്റിന് തന്നെ ഒരു ക്ഷീണം സംഭവിക്കുകയാണ്. അടുത്തൊരു മിസ്റ്റേക്ക് നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നതാണ് മൂവിങ് അവേ ടു മച്ച്. എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്ലാന്റിനെ നമ്മുടെ കയ്യിൽ കിട്ടി, ആ പ്ലാന്റ് നമ്മൾ ഒരു സ്ഥലത്ത് വെച്ചൊന്ന് അഡാപ്റ്റ് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ ഉടനെ തന്നെ അതിനെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റുന്നു. അപ്പോഴത്തേനും ആ പ്ലാന്റിന് ആ ഒരു അറ്റ്മോസ്ഫിയർ മാറ്റുമ്പോഴത്തേനും പ്രശ്നമാകും. ഇപ്പോൾ ഒരു പ്ലാന്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ വിൻഡോടൊക്കെ അടുത്തിരിക്കേണ്ട ഒരു പ്ലാന്റ്, ഇപ്പോൾ ഇൻഡോറിൽ വെച്ചാൽ വിൻഡോയുടെ അടുത്തിരിക്കേണ്ട ഒരു പ്ലാന്റിന് നമ്മൾ ഇത്തിരി ഒരു ഷെയ്ഡുള്ള സ്ഥലത്തേക്ക് വെച്ചു, അത് ആ പ്ലാന്റിന് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ആ ഷെയ്ഡിൽ നിന്ന് ലൈറ്റ് കണ്ടുപിടിക്കുക അങ്ങനെയുള്ള കാര്യത്തിന് ഇപ്പം അത് ആ പ്ലാന്റിനെ ചിലപ്പോൾ ലെഗ്ഗി ആയിട്ട് മാറ്റും. അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങൾ ഇപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു പ്ലാന്റിനെ ഇപ്പോൾ നമ്മൾ മാറ്റുവാണ്, ഇപ്പം അകത്തിരിക്കുന്ന ഒരു പ്ലാന്റിനെ പെട്ടെന്ന് എടുത്ത് പുറത്തേക്ക് വെക്കുമ്പോഴത്തേനും അതിനെ പെട്ടെന്ന് ഡയറക്റ്റ് സൺലൈറ്റിൽ അല്ലെങ്കിൽ ഷെയ്ഡിലേക്ക് വെക്കാതെ ആദ്യം നമ്മൾ അതിനെ എടുത്ത് ഒന്ന് നമ്മുടെ സിറ്റ് ഔട്ടിൽ എത്തിക്കുക. അത് കഴിഞ്ഞിട്ട് പയ്യെ അവിടെ ഒന്ന് അഡ്ജസ്റ്റ് ആയതിനു ശേഷം മാത്രം പുറത്തേക്ക് എത്തിക്കുക. അപ്പം അങ്ങനെ മാത്രം ശ്രദ്ധിക്കുക. ഇപ്പം അല്ലാതെ നമ്മൾ ഡയറക്റ്റ് അകത്തിരിക്കുന്ന ഒരു പ്ലാന്റിനെ ഇപ്പം സൺബാത്ത് ചെയ്യാൻ അല്ലെങ്കിൽ വെയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അതിനെ എടുത്ത് പുറത്തേക്ക് വെക്കുമ്പോൾ അതിൻ്റെ ഇലയൊക്കെ ഭയങ്കരമായിട്ട് ബേണായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മണി പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അകത്തിരിക്കുന്നതിനെ ഒന്ന് പുറത്തേക്ക് വെക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ഇലയൊക്കെ നല്ല, ഇപ്പോൾ ഒരു മണിക്കൂറൊക്കെ വെയിലുണ്ടാകും, നന്നായിട്ട് അതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ വാടി നന്നായിട്ട് സൺബേൺ ആകും. അപ്പോൾ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്തൊരു കോമൺ മിസ്റ്റേക്ക് നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നതാണ്, ഇപ്പം എല്ലാ പ്ലാന്റ്സും ഒരുപോലെയാണെന്ന് വിചാരിച്ച് അതിനൊക്കെ ഒരുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ വാട്ടറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ എല്ലാ പ്ലാന്റും ഒരുപോലെയാണെന്നുള്ള രീതിയിൽ നമ്മൾ വാട്ടർ ചെയ്യും, അല്ലെങ്കിൽ വളമൊക്കെ ഇടുമ്പോഴത്തേനും എല്ലാത്തിനും ഒരുമിച്ച് അങ്ങ് ചെയ്യും. പക്ഷേ അത് ആക്ച്വലി നല്ലതല്ല. കാരണം ഓരോ പ്ലാന്റിനും അതിൻ്റേതായ റിക്വയർമെൻറ്റ്, അതിൻ്റേതായ സണ്ണ്, അതിൻ്റേതായ വാട്ടറിങ് ലെവൽ, അതിൻ്റേതായ ഓരോ കാര്യങ്ങളും. അപ്പോൾ നമ്മളത് മാത്രം ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പെന്നിവോർത്തിൻ്റെ കാര്യം, ഇപ്പോൾ അതൊരു വാട്ടർ പ്ലാന്റ് ആണ്, അപ്പോൾ അതിന് കൂടുതൽ വെള്ളം വേണം സാധാരണ ഉള്ള പ്ലാന്റിനേക്കാൾ. അതൊരു ദിവസം നനച്ചില്ലെങ്കിൽ അതിങ്ങനെ നല്ല ഡ്രൂപ്പി ആയി പോകും. അങ്ങനെ നമ്മൾ ഓരോ പ്ലാന്റിനും അതിൻ്റേതായ രീതിയിലുള്ള റിക്വയർമെൻറ്റ്സ് നോക്കണം. അടുത്തിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു കോമൺ മിസ്റ്റേക്കാണ് ഇഗ്നോറിങ് പെസ്റ്റ്. നമ്മൾ ഈ പ്ലാന്റിൽ കാണുമ്പോൾ പുഴു അല്ലെങ്കിൽ മീലി ബാഗ്സ് അങ്ങനെ ഒരുപാട് ഇൻസെക്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫംഗസിനൊക്കെ കാണുമ്പോൾ നമ്മൾ ഒഴിവാക്കി വിടും. പക്ഷേ അങ്ങനെ ആക്ച്വലി അത് ആ പ്ലാന്റ് തന്നെ ചെയ്തോളൂ എന്ന് ഓർത്ത് ഒഴിവാക്കി വിടരുത്. നമ്മളതിന് ആ ഒരു പ്ലാന്റിനെ ഐസൊലേറ്റ് ചെയ്യണം, എന്നിട്ട് അതിനൊരു നീം ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ ആ പ്ലാന്റിന് തന്നെ ഇപ്പോൾ ഒരു പ്ലാന്റിൽ എഫക്റ്റ് ആയത് അത് അടുത്തൊരു പ്ലാന്റിലേക്കും അത് കയറി പിടിച്ച് അടുത്ത പ്ലാന്റും അത് കേടാക്കി കളയും. അങ്ങനെ എല്ലാ പ്ലാന്റിനും നമ്മുടെ ഉള്ള ഗാർഡൻ ഫുൾ അത് നശിപ്പിച്ച് കളയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളൊരിക്കലും പെസ്റ്റിനെ ഒന്നും ഇഗ്നോർ ചെയ്യാൻ പാടില്ല. സോ ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്ന കുറച്ച് മിസ്റ്റേക്സ്. അത് ഇപ്പം ഗാർഡനിങ് പുതിയതായിട്ട് തുടങ്ങുന്ന ഒരാളാണെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ഒരു കുറേ നാൾ ചെയ്യുന്നതാണെങ്കിലും ഇതൊക്കെ പല ആൾക്കാരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. ഞാൻ പോലും ചില കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. സോ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ചാനൽ ആദ്യമായിട്ട് തന്നെ കാണുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. വി വിൽ ബി ബാക്ക് വിത്ത് അനദർ വീഡിയോ സൂൺ.